മാഡം, ഇന്നത്തെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ചർച്ച നടക്കുമെന്ന് തോന്നുന്നില്ല. മന്ത്രി MLA സ്ഥലത്ത് എത്തിച്ചേരാൻ സാധ്യതയില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അവര് വരാതെ എങ്ങനെയാ മാഡം പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്യുന്നത്? അവർക്ക് മറ്റെന്തൊക്കെയോ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന്. അല്ലെങ്കിൽ തന്നെ അവരതിൽ പങ്കെടുക്കില്ലെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. നമ്മുടെ രാജ്യത്ത് നിന്നും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ ഏത് രാഷ്ട്രീയ നേതാവിനാ താല്പര്യമുള്ളത്? അവർക്ക് പിന്നിൽ നിന്ന് കരഘോഷത്തോടെ മുദ്രാവാക്യം വിളിക്കാൻ ആള് വേണം. അതും ചോദ്യം ചെയ്യാൻ ആവതില്ലാത്ത ദരിദ്രരായ ആളുകൾ. അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്താ അതിനാളെ കിട്ടുമോ? ഇല്ല. അപ്പൊ പിന്നെ ഇന്ന് നേരത്തെ ഇറങ്ങുന്നുണ്ടോ? നേരത്തെ ഇറങ്ങണമായിരുന്നു. എനിക്ക് ഒരു വീട് നോക്കണം. വാടകയ്ക്കോ വിലയ്ക്കോ? വാടകയ്ക്ക് മതി. വലിയ വാടകയുള്ള വീടൊന്നും വേണ്ട. ഒരു മീഡിയം വാടക, അതിലുള്ള സൗകര്യങ്ങൾ മതി. ആർക്കാ മാഡം? എനിക്ക് മാറാനാ. നല്ല വൃത്തിയും വെടിപ്പും ഒക്കെ ഉണ്ടാവണം. മഴ വന്നാൽ വെള്ളം നിൽക്കരുത്. പിന്നെ കുടിവെള്ളവും മുറ്റത്ത് നല്ലൊരു കിണറും കൂടി ഉണ്ടെങ്കിൽ സംഗതി കുറച്ചുകൂടി ഓക്കെ. ഇതൊക്കെ ഡിമാൻഡ്സ്. അനുവിന്റെ പരിചയത്തിൽ എങ്ങനെ ഉണ്ടോ? നോക്കാം മാഡം. നമ്മുടെ ആ ബീന റോയുടെ വീടിനടുത്ത് ഒരു വീടുണ്ടെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അത്യാവശ്യം സൗകര്യമുള്ള വീടെന്നാ കേട്ടത്. ചോദിച്ചിട്ട് നമുക്ക് പോയി നോക്കിയേക്കാം. എന്നാ പിന്നെ വൈകിക്കണ്ട, നമുക്ക് നാളെയോ മറ്റന്നാളോ പോയി കാണാം. ചോദിക്കാൻ വിട്ടുപോയി. വിഷ്ണു സാറിന്റെ വീടിന്റെ കാര്യം അതെന്തായി? എന്തെങ്കിലും തീരുമാനമായോ? ഇത്രയും വലിയൊരു തുക അടയ്ക്കാൻ ആരെ കൊണ്ടാ പറ്റുക? വലിയ ചതിയല്ലേ നടന്നത്? അല്ല, വിഷ്ണു സാർ ഇതിലൊന്നും ഇടപെട്ടില്ലായിരുന്നോ? വിഷ്ണുവേട്ടന്റെ അച്ഛന്റെ അനിയൻ തന്നെയാ ഇവരെ അതിൽ പെടുത്തിയത്. ഓ. അച്ഛൻ എന്തൊക്കെയോ എതിര് പറഞ്ഞെങ്കിലും സത്യം അതൊന്നും കാര്യമാക്കില്ല. വിഷ്ണുവേട്ടനോട് പോലും ഒന്നും ആലോചിക്കാതെയാ വീടും പറമ്പും സർക്കാരിലേക്ക് പണയപ്പെടുത്തിയത്. ഒപ്പിടാനുള്ള പേപ്പറുകളുമായി വന്നപ്പോഴാ കാര്യങ്ങളുടെ ഗൗരവം വിഷ്ണുവേട്ടന് മനസ്സിലാവുന്നത്. പക്ഷേ അപ്പോഴേക്കും കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിട്ടുണ്ടായിരുന്നു. വിഷ്ണു സാറിന് ജോലിയൊന്നും ആയില്ലായിരുന്നോ? അതോ നേരത്തെ ഉണ്ടായിരുന്ന ജോലിയിൽ നിന്ന് ഇപ്പൊ മാറിയതാണോ? അതെന്താനോ അങ്ങനെ ചോദിച്ചേ? അല്ല, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഓഫീസിൽ സാറ് ജോലിക്കായി ചെന്നിരുന്നു എന്നറിഞ്ഞു. അങ്ങനെ ഉണ്ടാവാൻ വഴിയില്ല. എങ്കിൽ ഞാൻ അറിയില്ലേ? ഇല്ല മാഡം, ജോലിക്കായി ചെന്നിരുന്നു. അവിടെ അക്കൗണ്ട്സിലൊക്കെ ജോലി ഒഴിവുണ്ടായിരുന്നു. പക്ഷേ വിഷ്ണു സാറിന് ക്വാളിഫിക്കേഷൻ കുറവായതുകൊണ്ട് ആ ജോലിക്ക് കയറാൻ പറ്റിയില്ലെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് അനുവിന് ഉറപ്പാണത് വിഷ്ണുവേട്ടൻ തന്നെയായിരുന്നു? അതെന്നെ, ആ ഓഫീസിലെ റിസപ്ഷനിസ്റ്റ് എൻ്റെ ഒരു നൈബറാ. മാഡത്തെ വിഷ്ണു സാറിനെയൊക്കെ അവൾക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് എന്തായാലും തെറ്റുപറ്റില്ല. അവള് വിളിച്ചപ്പോ മുതൽ ഞാൻ ഇക്കാര്യം മാഡത്തിനോട് ചോദിക്കണമെന്ന് ഓർത്തിരിക്കുകയായിരുന്നു. എന്തായാലും വിഷ്ണുവേട്ടനോട് ചോദിക്കാം. എനിക്കിപ്പോ 1-2 സ്ഥലത്ത് കയറാനുണ്ട്. അതുകൊണ്ട് ഞാനൊരല്പം നേരത്തെ ഇറങ്ങാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനക്കാരൻ എന്തായാലും മന്ത്രിയില്ലാതെ ചർച്ചയ്ക്ക് ഇരിക്കില്ലല്ലോ.